ബഡ്ജറ്റ് കുറഞ്ഞ ബ്രാൻഡുകൾ നമ്മൾ പ്രിഫർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്കതൊരിക്കലും നമ്മുടെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഹെയറിൻ്റെ ടെക്സ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് ഐ കാൺ അഡ്വൈസ്. എനിക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്തായാലും വരും. ഇപ്പം MK പോലുള്ള ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ്സാണ്. അപ്പം ആ പ്രോഡക്ട്സിന് എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കോസ്റ്റ് മിനിമം ഒരു 9,000 rupees 8,000 rupees എന്തായാലും അതിനൊരു കോസ്റ്റ് വരും. ഇപ്പോൾ ഒരു ലേഡീസിൻ്റെ ഹെയർ ലെങ്ത്തിന് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് പറയുക. കാരണം ഇവർ എഫേർട്ടുണ്ട്, ഒരു 3 മണിക്കൂറിന് മേലുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ പ്രൊസീജിയറിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എന്തായാലും ഒരു സലൂണിന് വരും. ഇതിൽ താഴെ പല പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടുന്ന ഹാമാണ്. അപ്പം അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഒരു 6 മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഇതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ബൊട്ടോക്സ് അല്ലെങ്കിൽ ബയോട്ടിനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്ന വേറൊരു എമൗണ്ട് ഉണ്ട്. നിങ്ങൾക്കൊരു 6 മാസത്തേക്ക് ഹെയർ സ്പാ ചെയ്യണ്ട. അതിന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം ഹെയറിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുമ്പോൾ തന്നെ ഈ ബഡ്ജറ്റ് നിങ്ങൾക്ക് അവിടെ സേവ്ഡ് ആണ്. ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു പ്രോഡക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. Botanic.